പോയി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പരിവാഹൻ ചെക്ക് ചെയ്തപ്പോൾ ഇൻഷുറൻസ് വന്നിട്ട് 2020 ശേഷം റിന്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. കാരണം 2020 ശേഷം എപ്പോഴെങ്കിലും ഒന്ന് റിന്യൂ ചെയ്യണമല്ലോ. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കിനും വണ്ടി വന്നു. വണ്ടി തിരിഞ്ഞ് വരുന്നത് കണ്ടപ്പോഴേ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടി ഇതെന്ത് അവസ്ഥയിലുള്ളതാണ് എന്നുള്ളത്. പെയിൻറ്റ് ബോട്ട് മീറ്ററോ ബാക്കി സാധനമോ ഒന്നും എടുക്കാൻ പോയില്ല. നേരെ പോയി വണ്ടിയുടെ നമ്മൾ ചുമ്മാ വട്ടം നടന്ന് നോക്കുമല്ലോ, വട്ടം നടന്ന് വണ്ടിയുടെ ഗ്ലാസ് നമ്പർ നോക്കിയപ്പോൾ ബാക്കിലത്തെ ഒരു ഗ്ലാസ് 2015, വേറൊരു ഗ്ലാസ് 2020. അപ്പോൾ ബാക്കി ഏതായാലും നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഡിക്കിയുടെ ഭാഗം തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും ക്വാർട്ടർ പാനലിൻ്റെ ആ ഒരു ഭാഗം റൂഫുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നല്ല തുരുമ്പുണ്ട്. ഇത് ഇരിക്കുന്ന ടൂൾ ട്രേയുടെ ആ ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനകം തുരുമ്പിച്ചിട്ട് ആ നേരത്തെ ചെയ്ത വർക്ക് ജോയിൻ്റ് വിട്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് കറങ്ങി വന്നിട്ട് ബോണറ്റ് തുറന്നപ്പോൾ ബോണറ്റിനകത്തിൽ ഇടിച്ചിട്ട് ചുരുണ്ട സാധനങ്ങളെല്ലാം തല്ലി നൂത്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ ബോണറ്റ് ചുമ്മാ തുറന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇടിച്ച് ചുരുണ്ടതാണ് എന്നുള്ളത്. ലെഫ്റ്റ് സൈഡ് അപ്രോൺ ആണെന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിച്ച് മീൻസ് മുന്നേ ചെയ്ത വർക്ക് ഇതിവർ അപ്രോൺ റീപ്ലേസ് ചെയ്യുമല്ല, വലിച്ചു നോക്കുകയോ മറ്റോ ചെയ്തതാണ്, പുൾ ഔട്ട് ചെയ്ത് നോക്കുകയോ മറ്റോ ചെയ്തതാണ്. അങ്ങനെ മൊത്തത്തിൽ അതായത് ബോഡി ഭാഗമേ പ്രശ്നം. ടയർ കിടക്കുന്നതെല്ലാം പിന്നെ യൂസ്ഡ് ടയറുകൾ, അത് പലതും ദ്രവിച്ച് പൊട്ടുന്ന പരുവത്തിലുള്ള ടയറുകൾ. ECU സ്കാൻ ചെയ്തപ്പോഴാണ് ഏറ്റവും വലിയ രസം. ABSൻ്റെ കംപ്ലീറ്റ് കോഡ് കിടപ്പുണ്ട്, എല്ലാ വീൽ സ്പീഡ് സെൻസറിൻ്റെ കോഡുണ്ട്, എല്ലാം കറണ്ടിലാണ്. പക്ഷേ ഒറ്റ വാർണിംഗ് ലാമ്പ് പോലും വണ്ടിയിലില്ല. കാരണം ബൾബ് എടുത്ത് കളഞ്ഞേക്കുക. എയർ ബാഗിൻ്റെ കോഡുകൾ അതിനകത്ത് കിടപ്പുണ്ട്. കാരണം ഇത്രയും ഫ്രണ്ട് ഇടിച്ച വണ്ടിക്ക് ഏതായാലും എയർ ബാഗ് പൊട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ കോഡുകൾ ഹിസ്റ്ററിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഭംഗ്യാത്മന ഈ വണ്ടി ഒന്ന് എയർ ബാഗിൻ്റെ വയറിങ് പോകുന്നിടം നോക്കിയാൽ മിക്കവാറും അത് റെസിസ്റ്റർ കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ക്ലിയർ ചെയ്തേയാവും. എല്ലാം കഴിഞ്ഞ് ഏതായാലും പോയതല്ലെന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ച് നോക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ആറ്റുമണലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നിസാൻ ടിപ്പർ ഉണ്ടായിരുന്നു, നിസാൻ്റെ കൊച്ച് ടിപ്പർ. അപ്പോൾ ആ സാധനം സ്റ്റാർട്ട് ചെയ്താൽ ഉള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ മാനിഫോൾഡ് പാക്കിങ്ങോ മറ്റോ പോയതാണ്. സാധനം സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് നിസാൻ ടിപ്പർ. ഞാൻ ശരിക്കും നൊസ്റ്റാൾജി അടിച്ചു. പണ്ട് നിസാൻ്റെ ടിപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ മൊത്തം പൊളിഞ്ഞ്. അപ്പോൾ ഞാൻ ഈ വന്ന ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ആദ്യം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഹാൻഡ് തന്നെ ഒഴിവാക്കാമായിരുന്നു. നമ്മൾ പല സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കേസാണിത്. ടോക്കണൊക്കെ ഇടിച്ചിട്ട് ഇവർ പറയും നല്ല വണ്ടിയാണ് ഇപ്പോൾ വിറ്റു പോകുന്നൊക്കെ പറഞ്ഞ് ടോക്കണൊക്കെ ഇടിച്ചാണ് ഈ വണ്ടി നോക്കാൻ വേണ്ടി ചെന്നത്. എന്നിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വണ്ടി കച്ചവടമൊന്നുമല്ല, ഇത് പിന്നെ ചുമ്മാ ഒരു വണ്ടി എടുത്തിട്ടതാണ്. ഈ വണ്ടിയൊക്കെ നോക്കാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പെക്ഷൻ ടീമിൻ്റെ ആവശ്യമില്ല, ചുമ്മാ ബോണറ്റ് തുറന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഈ പറയുന്ന പോലെ എയർ ബാഗിൻ്റെ പൊട്ടിയും ABSൻ്റെ പരിപാടിയും ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കുറച്ചൊന്ന് ടെക്നിക്കലി നോക്കിയാലേ കിട്ടത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ സൗണ്ട് കേൾക്കും.